ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ശാസ്ത്ര നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ഷാബു പ്രസാദ് തരികയാണ്. ശ്രീ ഷാബു പ്രസാദ്, എത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് താങ്കളും ഈ ദൗത്യത്തെ മറ്റെല്ലാവരെയും പോലെ തന്നെ താങ്കളും നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ, നിരീക്ഷകൻ എന്ന രീതിയിലൊക്കെ തന്നെ താങ്കൾ ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളമായി വിലയിരുത്തുന്നു? ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ദൗത്യമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് അപ്പോളോ ദൗത്യങ്ങളുടെയൊക്കെ അവരുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമ്പറ്റീഷന്റെ സ്പേസ് റേസിന്റെ ഭാഗമായി, അന്ന് ഈ കോൾഡ് വാറിന്റെ ഒക്കെ ഭാഗമായി സോവിയറ്റ് യൂണിയനെ എങ്ങനെയും തോൽപ്പിക്കുക, അവരുടെ മുമ്പിൽ കയറുക എന്നത് മാത്രമായിരുന്നു. ചന്ദ്രനിൽ ആളെ ഇറക്കുക, തിരിച്ചു കൊണ്ടുവരിക, ദാറ്റ്സ് ഓൾ. അത് അവിടുന്ന് കുറച്ച് കല്ലും മണ്ണും ഒക്കെ എടുത്തുകൊണ്ട് പോരുക. അവിടെ കഴിഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ് അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ സാധ്യതകളെ പൂർണ്ണമായും എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ പറ്റിയുള്ളതൊന്നും അതിന് നടന്നിട്ടില്ല. ആ ഒബ്ജക്റ്റീവ് കഴിഞ്ഞു, അവരവിടെ നിർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായത്. എന്നാൽ ആർടെമിസിന്റെ ദൗത്യം എന്ന് പറയുന്നത് അതിന്റെ വളരെ ദശകങ്ങളോളം ഇനി നീണ്ടു നിൽക്കുന്ന വളരെ വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാണിത്. അതിന്റെ തുടക്കമാണ്. കാര്യം ഇതിൻ്റെ അകത്ത് ആളെ ഇറക്കുന്നില്ലല്ലോ ചന്ദ്രനിൽ. അത് ഇപ്പം ജസ്റ്റ് ഒരു ഫ്ലൈ ബൈ മിഷനാണത്. ചന്ദ്രനെ ചുറ്റി അവർ തിരിച്ചു വരികയാണ്. ഇനി അടുത്ത ദൗത്യത്തിലാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ലാൻഡിംഗ് എന്ന് പറയുന്നതും വെറുതെ ഒന്ന് ലാൻഡ് ചെയ്യുക എന്നുള്ളതല്ല, അവിടെ ഒരു സ്ഥിരം താവളം ഉണ്ടാക്കുക. അങ്ങനെ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇങ്ങനെ സ്ഥിരമായി ആളുകൾ പോയി വരുന്നില്ലേ, അതേപോലെ ചന്ദ്രനിലേക്ക് പോയി വരിക. അവിടുത്തെ ധാതുക്കൾ, പ്രത്യേകിച്ച് ഹീലിയം 3 വളരെ വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ്. ഭൂമിയിലെ അടുത്ത ഒരു 500 വർഷത്തേക്കുള്ള എല്ലാ ഊർജ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടത്ര ഹീലിയം 3 അവിടെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഇവരുടെ കുറഞ്ഞത് അടുത്ത ഒരു 10, 200, 300 വർഷമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ്. അതുമല്ല, ചൊവ്വയിലേക്കൊക്കെ ഭാവിയിൽ പോകേണ്ടി വരുമ്പോൾ ചന്ദ്രൻ ഒരു ഇടത്താവളമായി ഉപയോഗിക്കുക. അങ്ങനെ 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 ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇത് ബഹിരാകാശ ഗവേഷണത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറുന്നത്. അല്ലാതെ ചന്ദ്രനിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടല്ല. ചന്ദ്രനിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു നാഴികക്കല്ല്. പക്ഷേ ഇത് നാഴികക്കല്ലാവുന്നത് ഈ കാരണങ്ങളാലാണ്. ഇവിടെയാണ് അതിന്റെ മിഷൻ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ അതിന്റെ സാധ്യതകള്, ഭാവി, അത് മനുഷ്യരാശിക്ക് വരുത്താൻ പോകുന്ന വലിയ മാറ്റങ്ങള്, ഭൂമിയിലെ ജനങ്ങൾക്കുള്ള ഗുണങ്ങള്, സാധാരണക്കാരിലേക്ക് വരെ എത്തുന്ന ഗുണങ്ങള്, ഇതെല്ലാമാണ്. അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു മാനങ്ങളാണ് ഈ ദൗത്യത്തിനുള്ളത്. അങ്ങനെ വേണം നാം അതിനെ കാണേണ്ടത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നെങ്കിൽ പോലും അതിൽ ഒട്ടനവധി റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്, അത് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ദൂരം സഞ്ചരിച്ച ഒരു ദൗത്യം എന്ന രീതിയിൽ, 4 ലക്ഷം കിലോമീറ്ററിലധികം സഞ്ചരിച്ച ഒരു ദൗത്യം എന്ന രീതിയിൽ, അതുപോലെ തന്നെ മനുഷ്യരെ അവിടേക്ക് ചന്ദ്രനെ ചുറ്റും വലം വയ്ക്കുന്ന രീതിയിലേക്ക്, ചന്ദ്രൻ്റെ മറുഭാഗം കണ്ട രീതിയിലേക്ക്, അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകളും ഇതോടൊപ്പം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ ചിത്രമെടുക്കാനായി, അടുത്തുനിന്ന് ചിത്രമെടുക്കാനായി സാധിക്കുന്നു, ഭൂമിയുടെ ചിത്രം പകർത്താൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള നിരവധി ഡേറ്റകളുമായി തന്നെയാണ് ഈ സംഘം ഇനി ഭൂമിയിലേക്ക് എത്തുക. അത് എത്തരത്തിലായിരിക്കും ശാസ്ത്രലോകത്തിന് ഏറെ ഉപയോഗപ്പെടുന്നത്? ഏത് രീതിയിലായിരിക്കും ഇനി വരുന്ന കാലത്തെ ബഹിരാകാശ പരിവേഷണ മേഖലയിൽ അതൊരു വലിയ പ്രചോദനമായി മാറുന്നത്? അല്ല, താങ്കൾ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത പോയ ഒരു ദൗത്യം എന്നുള്ളതല്ലേ. ഇതിനു മുമ്പ് അത് അപ്പോളോ 13 ആയിരുന്നു. അപ്പോളോ 13 ഒരു 4000 കിലോമീറ്ററിന്റെ വ്യത്യാസം. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ആ ഒരു റെക്കോർഡ് അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്, പണ്ട് കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പേടകങ്ങൾ തന്നെ പകർത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചന്ദ്രയാൻ പദ്ധതിയിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നെയിം സേക്കിന് പറയാന്നുള്ളതല്ലാതെ, അതുപോലെ ചിത്രങ്ങൾ എടുക്കുക, ഭൂമിയുടെ ചിത്രങ്ങൾ അവിടെ നിന്നൊക്കെ എടുക്കുന്ന ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്, പണ്ടും എടുത്തിട്ടുണ്ട്. മനുഷ്യൻ കയറിയ പേടകങ്ങളും മനുഷ്യൻ പോകാത്ത പേടകങ്ങളും നമ്മുടെ ചന്ദ്രയാൻ 3, 4 എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള നേട്ടങ്ങളെന്ന് നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ യഥാർത്ഥ നേട്ടങ്ങൾ അതല്ല. ഇതിന്റെ യഥാർത്ഥ നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലേക്ക് കിടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ഇതിന്റെ അകത്തൊരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഈ ഫ്ലൈ ബൈ മിഷന്റെ ഈവൻ അതിന്റെ എഞ്ചിൻ പരാജയപ്പെട്ടാൽ പോലും
ഇപ്പം ഈ തിരിച്ചു വരാൻ ചന്ദ്രന്റെ ആകർഷണത്തിൽ നിന്ന് ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് വരാനുള്ള ഒരു പ്രധാന ത്രസ്റ്റ് എഞ്ചിൻ ഉണ്ട് അതിന്. ആ എഞ്ചിൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഗ്രാവിറ്റി അസിസ്റ്റഡ് ആയിട്ട് ചന്ദ്രന്റെ ഗ്രാവിറ്റിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് പോരാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റം ഈ പേടകത്തിലുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വളരെ 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 നിർണായകവും പ്രധാനപ്പെട്ടതുമായ ഒരു അച്ചീവ്മെന്റ് ആണത്, ഒരു നേട്ടമാണത്. കാരണം ഇല്ലെങ്കിൽ ഇൻ കേസ് ആ എഞ്ചിൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? എഞ്ചിൻ വർക്ക് ചെയ്തില്ല. എഞ്ചിനല്ലേ ഈ സാധനം. എത്രയൊക്കെ ട്രയൽ കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ടല്ലോ. കാര്യം അവർ എന്നേക്കുമായി അവിടെ പെട്ടുപോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടി മുൻകൂട്ടി വേണമെങ്കിൽ കണ്ട് ആ എഞ്ചിൻ പരാജയപ്പെട്ടാലും, മെയിൻ റസ്റ്റ് എഞ്ചിൻ പരാജയപ്പെട്ടാലും ഗ്രാവിറ്റി അസിസ്റ്റഡ് ആയിട്ട് ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഈസിയായിട്ട് മടങ്ങി വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്, നേട്ടം തന്നെയാണത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മനുഷ്യർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ള ചിത്രങ്ങൾ എടുക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ പറഞ്ഞാൽ 4000 കിലോമീറ്റർ കൂടുതൽ പോയിട്ടുണ്ട്. 1970 പോയതാണ് അത്രയും ദൂരം. എന്നാൽ ഇനി മറ്റൊരു ഇതും കൂടെ ഉണ്ട്. അന്നത്തെ അതിനൊരു പ്രാധാന്യം പറഞ്ഞാൽ ഈ അപ്പോളോ 13 ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരെയും കൊണ്ട് പോയത്. അന്ന് അപ്പോളോ 13 ദൗത്യത്തിൽ പരാജയപ്പെട്ടു. കാര്യം അവർക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവരുടെ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഓക്സിജൻ ടാങ്കർ പൊട്ടിത്തെറിച്ച് അവർക്ക് അവരുടെ സർവ്വ സിസ്റ്റവും പരാജയപ്പെട്ട് അവിടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വെച്ച് ഈ 4 ലക്ഷം കിലോമീറ്റർ അകലെ വെച്ച് അത് സംഭവിച്ചു വളരെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു വലിയ ഇതിഹാസമാണത്. ഒരു പ്രസിദ്ധമായ സിനിമയൊക്കെ ഉണ്ട് അപ്പോളോ 13 എന്ന് പറഞ്ഞ്. അതിസാഹസികമായിട്ടാണ് അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്നത്. ആ സമയത്തും അപകടകരമായ സമയത്തും അവർ സ്ഥാപിച്ച റെക്കോർഡാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലെ പോയ മനുഷ്യർ എന്നുള്ളത്. അങ്ങനെ ഒരുപാടുണ്ട് ബഹിരാകാശ ചരിത്രം. അതിനെ പറ്റി നമ്മൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിപ്പോകും. ഇപ്പോൾ ഈ യാത്ര നടത്തിയിരിക്കുന്നതിൽ പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങൾ, അതായത് മനുഷ്യനെ ചന്ദ്രൻ്റെ ആ ഒരു അടുത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ തരംഗങ്ങൾ, അത് മനുഷ്യനെ അതിജീവിക്കാനായി സാധിക്കുമോ, അത്തരത്തിലുള്ള മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര വിശകലനങ്ങൾ, അങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ നിലവിൽ ശേഖരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നാസയുടെ വാർത്താക്കുറിപ്പിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇനി വരുന്ന നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തിലും അതുപോലെ ഈ പറയുന്ന ചന്ദ്രനിലേക്കുള്ള മനുഷ്യരെ എത്തിക്കുന്ന ആ ഒരു ദൗത്യത്തിലും ഒക്കെ തന്നെ വലിയ തോതിൽ തന്നെ ഒരു മികവ് പുലർത്തും, ഒരു നേട്ടമുണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ കഴിയുന്നത് പോലെ അല്ല ബഹിരാകാശത്ത്. കാര്യം ഭൂമിയിൽ നമുക്ക് വളരെ അന്തരീക്ഷത്തിന്റെ ഒരു സുരക്ഷിതത്വമുണ്ട്, ഓസോൺ പടലത്തിന്റെ ആ ഒരു സുരക്ഷയുണ്ട്. ഇങ്ങനെ അപകടകരമായ റേഡിയേഷനുകളെ തടയാനുള്ള ഈ എല്ലാ നാച്ചുറലായിട്ട് സംവിധാനങ്ങളും ഭൂമിക്കുണ്ട്. എന്നാൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയൂ. എന്നാൽ ബഹിരാകാശത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി എക്സ്പോസ്ഡ് ആണ് അവിടെ. ഒരിക്കലും കാര്യം ഈ എല്ലാ അപകടകരമായ റേഡിയേഷനുകൾ, കോസ്മിക് റേഡിയേഷൻസ്, അൾട്രാവയലറ്റ് എല്ലാം അവിടെ അതിനോടെല്ലാം എക്സ്പോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ തീർച്ചയായും ഒരു ബഹിരാകാശ പേടകത്തിലുണ്ടാവും. ഇനി ചന്ദ്രനിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശവും ചന്ദ്രനിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വേറെ എഫക്റ്റുകളുണ്ട്. ഇതെല്ലാം അവിടുത്തെ സ്ഥിരമായ ഒരു മനുഷ്യവാസം, അവിടെ നമ്മളൊരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളാണത്. അതിനാവശ്യമായ ഡേറ്റയും കാര്യങ്ങളും കൂടി ഈ ദൗത്യത്തിൽ ശേഖരിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള ദൗത്യങ്ങളിൽ നമ്മുടെ ചന്ദ്രയാൻ 3 അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സത്യത്തിൽ ഇത് അമേരിക്കയുടെ മാത്രം ഒരു നേട്ടമായി നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. ഇത് മാനവരാശിയുടെ ഒരു വലിയ നേട്ടമാണിത്. ഇതിന്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുമാണ്. അമേരിക്ക അല്ലെങ്കിൽ അത് വേറെ കാര്യം. എന്നാൽ നമ്മൾ അതിനെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണേണ്ടതില്ല. അതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടും. എല്ലാ രാജ്യങ്ങൾക്കും അതിന്റെ പ്രയോജനമുണ്ടാകും. ഇനിയിപ്പോൾ 2030 ചൈന ചന്ദ്രനിൽ ആളെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 2040 ഇന്ത്യ അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴൊക്കെ അതിലേക്കൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഈ ദൗത്യങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വലിയ ഗുണം ചെയ്യും.
അങ്ങനെ മാനവരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യുന്ന ഒരു മാനവരാശിയുടെ തന്നെ വലിയ ഒരു കുതിച്ചുചാട്ടമായിട്ട് തന്നെ വേണം നമ്മളിതിനെ കണക്കാക്കാൻ. തീർച്ചയായിട്ടും അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനരികിലേക്ക് എത്തുന്നു എന്നുള്ളതും അതിനുശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന മാനവരാശിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ ഇനി നമുക്ക് പ്രവചനാതീതമാണ്. വലിയ തോതിൽ തന്നെ അത് നമ്മെ സഹായിക്കുമെന്നുള്ളത് വ്യക്തമാണ്. നന്ദി ശ്രീ ഷാവു പ്രസാദ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.